ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. COVID-19 മഹാമാരിയുടെ പ്രതിസന്ധി മൂലം ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. എന്നാൽ പല ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ ദിവ്യശുശ്രൂഷയിൽ നാം സംബന്ധിക്കുമ്പോൾ സ്ഥലകാല പരിമിതികൾക്കുപരിയായി ജീവിക്കുന്ന ത്രിയേക ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിപ്പാൻ തക്കവണ്ണം സാധ്യമായി തീരണം. ദൈവസാന്നിധ്യബോധത്തോടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സർവകൃപാലുവായിട്ടുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നാഥ കൃപ നൽകുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും തിരുവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും തക്കവണ്ണം നാഥ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ ക്രൂശിൻ്റെ അരികിൽ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിപ്പാൻ സ്വർഗീയ പിതാവേ അവിടുന്ന് കൃപയേകണമേ. ഈ ദിവ്യശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ടും നന്ദിയോടുകൂടി സ്തോത്രം. ഞങ്ങളെല്ലാ നല്ല കാര്യങ്ങളും നിന്നോടുകൂടി ആരംഭിച്ച് ദൈവനാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. യേശു മശീഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നതായ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി കീർത്തനങ്ങളിൽ 35-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 35, കീർത്തനം 35. Chega
കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനാക്രമത്തിൽ രണ്ടാമത്തെ ശുശ്രൂഷാക്രമം, ഒന്നാം ഭാഗം, സ്തുതി. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്നും നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിനാ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെടാവുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീക വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അല്പനിമിഷങ്ങൾ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ
സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും അനുതാപഹൃദയത്തോടെ സർവകൃപാലുവായ ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. വാക്കിലും ചിന്തയിലും ക്രിയയിലും നാം തെറ്റുകാരായി തീർന്നു. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങളെ പ്രവർത്തിച്ചു പോയി. കാൽവറിയിലെ യേശുവിൻ്റെ രക്തത്താൽ അവിടെ ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. മണവാളനായ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടി സഭയായി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളും തെറ്റിച്ചുന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ചു നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ നിങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഈ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിയുമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടി കനിവുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവേ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സങ്കീർത്തനം 95 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സാധത്തോടെ അവന്റെ സ്ഥലം ചെല്ലുക, സങ്കീർത്തനങ്ങളോട് അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവു തന്നെ. ഭൂമിയുടെ ദോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മളുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള 1-ാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. 1-ാം പാഠം, ഫസ്റ്റ് ലെസൺ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം
18 മുതൽ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാവുന്നതാണ്. 127-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. ഈ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 127. 127-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് മൃഗത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. സെക്കരിയാവിൻ്റെ പാട്ട് നമുക്ക് ഈ സമയത്ത് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സെക്കരിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടുമാകുന്നു. നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും.
ഇരുളിലും മരണനിഴലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലെസൺ, രണ്ടാം പാഠം. ഇന്ന് കാലത്തെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടാം പാഠം ഇബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇബ്രായർ 13:1 മുതൽ 6 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്നപോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവർ ആകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ രണ്ടാം പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പീൻ. The Gospel according to Saint Matthew, chapter 19, verses 3 through 6. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ വചനം. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവനാദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ഇരുകളും സറാഫുകളും നിന്നെ നോക്കിയിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു.
നിന്റെ വന്ദിതനായ സ്തുത്യേകപുത്രനെയും ആശ്വാസപ്രദനായി പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭയെ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്തു പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരുടെ കൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചു നിന്റെ വികാസത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചേക്കും, അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഇത് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങളെ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ഈ സമയത്ത് ഞാൻ കീർത്തനങ്ങളിൽ 337 കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 അവസാനത്തെയും ചരണം ചേർന്ന് പാടാം. കീർത്തനം 337, ഹിം നമ്പർ 337, ആദ്യത്തെ 3 7ാമത്തെയും ചരണങ്ങൾ ഈ സമയത്ത് നമുക്ക് പാടാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് സഭയായിട്ട് നാം ചിന്തിക്കുന്ന വിഷയം വിവാഹം, ഉടമ്പടിയുടെ ആഘോഷം, മാരിയേജ്, സെലിബ്രേഷൻ ഓഫ് കവനന്റ് ഓർ സാക്രമെന്റ്. ഈ വിഷയം പെട്ടെന്ന് വിവാഹം കഴിക്കുവാൻ തയ്യാറെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ളതാണോ എന്ന് നാം ചിന്തിച്ചേക്കാം. വിവാഹം കഴിച്ചവർക്കും എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്നവർക്കും വിവാഹം കഴിക്കുവാനിരിക്കുന്ന എല്ലാവർക്കും
മാത്രമല്ല സഭാ കുടുംബത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു വിഷയമാണെന്ന് സഭയായിട്ട് നാം ചിന്തിക്കുന്നത്. ഒരിക്കൽ പിറ്റേ ആഴ്ചയിൽ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന മണവാളനും അദ്ദേഹത്തിൻ്റെ പിതാവും തങ്ങളുടെ ദേവാലയത്തിലെ പട്ടക്കാരനെ വിവാഹത്തിനു വേണ്ടി ക്ഷണിക്കുവാൻ കടന്നു ചെന്നു. ക്ഷണക്കത്ത് കൊടുത്തു. വായിച്ചു നോക്കിയ അച്ഛൻ ഇവരോട് പറഞ്ഞു, ഈ ക്ഷണക്കത്തിൽ ഒരു തെറ്റുപറ്റി. ഇവർക്കാകെ വേവലാതിയായി. ഒരാഴ്ചയുടെ ഉള്ളു വിവാഹത്തിന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ക്ഷണക്കത്ത് അയച്ച് കൊടുത്തു കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു, പ്രശ്നമില്ല, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഡി എന്ന് അടിക്കുന്നതിന് പകരം എൽ എന്ന് തെറ്റായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നു. വെഡിങ് WEDDING എന്നതിന് പകരം വെൽഡിങ് എന്നാണ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, അതിൽ പ്രശ്നമില്ല, എവരി വെഡിങ് ഈസ് എ വെൽഡിങ്. എല്ലാ വിവാഹങ്ങളും ഓരോ കൂട്ടി യോജിപ്പിക്കലുകളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സുവിശേഷ വേദഭാഗത്ത് നാം ഇന്ന് വായിച്ചു കേട്ടു, ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ജോൺ പൈപ്പർ എന്ന ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സക്സസ് ഇൻ മാരേജ് ഈസ് നോട്ട് ഫൈൻഡിങ് ദ റൈറ്റ് പേഴ്സൺ, but being the right person in the power of perfect person God. വിവാഹത്തിന്റെ വിജയം എന്നത് അനുയോജ്യനായിട്ടുള്ള വ്യക്തിയെ കണ്ടെത്തുന്നതിലല്ല, മറിച്ച് ഏറ്റവും തികവുള്ള വ്യക്തിത്വമായ ക്രിസ്തുവിൽ അനുയോജ്യ വ്യക്തിത്വമായി ആളത്വമായി നാം മാറുന്നതിലാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മാരിയേജ് സെലിബ്രേഷൻ ഓഫ് കവനന്റ് എന്നതിനെ ആസ്പദമാക്കി ചില ചിന്തകളെ പങ്കുവെക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ അനർത്ഥകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, മാരിയേജ് ഈസ് എ കവനന്റ് റിലേഷൻഷിപ്പ്. വിവാഹം ഒരു ഉടമ്പടി ബന്ധമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായിട്ടുള്ള തുണയെ കൊടുത്ത് കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചവൻ ദൈവമാണ്. ഏദൻ തോട്ടത്തിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആദമിനെയും ഹൗവയെയും കൂട്ടി യോജിപ്പിച്ച് വിവാഹം എന്ന സ്ഥാപനത്തെ, കുടുംബം എന്ന സ്ഥാപനത്തെ യഹോവയായിട്ടുള്ള ദൈവം ഇനാഗുറേറ്റ് ചെയ്തുവെങ്കിൽ ഈ വിവാഹം എന്നുള്ളത് ദൈവികം. ഈസ്റ്റേൺ സഭകളിൽ 7 സക്രമതുകളുണ്ട് എങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ, ആംഗ്ലിക്കൻ സഭയിൽ 2 സക്രമതുകളാണ് അംഗീകരിച്ചിട്ടുള്ളത്, വിശുദ്ധ സ്നാനവും തിരുവത്താഴവും. ബാക്കിയുള്ള 5 ലെസർ സാക്രമെന്റ് അഥവാ സാക്രമെന്റൽ റൈറ്റ് എന്ന രീതിയിലാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ചെയ്തതും ചെയ്യണമെന്ന് കൽപ്പിച്ചതുമായിട്ടുള്ള രീതിയിലാണ് 2 സക്രമന്തുകളായിട്ട് സ്നാനത്തെയും തിരുവത്താഴത്തെയും അംഗീകരിക്കുകയും ഈസ്റ്റേൺ സഭയിൽ സക്രമന്തായിട്ട് അംഗീകരിക്കുന്ന വിവാഹത്തെ സാക്രമെന്റൽ റൈറ്റ് ആയിട്ട് ആംഗ്ലിക്കൻ സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. സാക്രമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു കൗദാശിക സ്വഭാവമുണ്ട്. വിവാഹം ദൈവത്താൽ കൂട്ടി യോജിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അതിന് ഒരു ഡിവൈൻ നേച്ചറുണ്ട്, ദൈവികമായിട്ടുള്ള ഭാവമുണ്ട്. അതുകൊണ്ട്
ഇതൊരു കോൺട്രാക്റ്റ് അല്ല, മറിച്ച് ഒരു ഉടമ്പടി ബന്ധമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ടെമ്പററി ആൻഡ് ടിപ്പിക്കലി ഹാവ് എ ടൈം ലിമിറ്റ്. ബ്രേക്ക് അത് സെപ്പറേറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നോട്ടീസ് കൊടുത്തിട്ട് കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. പക്ഷേ വിവാഹം ദൈവത്താൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ടതുകൊണ്ടും അതിനൊരു കൗതാശിക സ്വഭാവമുള്ളതുകൊണ്ടും അതിലൊരു ദൈവികത അടങ്ങിയിരിക്കുന്നത് കൊണ്ടും ഇറ്റ് ഈസ് എ കവനന്റ് റിലേഷൻഷിപ്പ്. ഇതൊരു ഉടമ്പടി ബന്ധമാണ്. അത് പെർമനന്റ് ആയിരിക്കണം. അൻറ്റിൽ ഡെത്ത് ഡു us part. ഒരു പെർപെച്വൽ പ്രോമിസ്, മരണം വേർപിരിക്കുന്നതുവരെ നിലനിൽക്കുന്ന ബന്ധം കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇതൊരു ഉടമ്പടി ബന്ധമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഇപ്രകാരം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വിവാഹ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ABCDEF വരെ. G എന്നുള്ളത് ദൈവമാണ്. G ഒഴിച്ച് ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. A എന്നത് ഏജ് എന്നുള്ളതാണ്. പലപ്പോഴും പുരുഷന് പെൺകുട്ടിയേക്കാൾ പ്രായമുണ്ടായിരിക്കണം. അത് അതീശത്തിനുള്ള ഒരു, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പലപ്പോഴും പ്രായത്തിൽ പുരുഷൻ മുമ്പിൽ നിൽക്കണമെന്ന് കരുതുന്നത്. പ്രായം നോക്കും. ബ്യൂട്ടി എന്നുള്ളതാണ്. പലപ്പോഴും ലോകപ്രകാരമുള്ള സൗന്ദര്യത്തെയാണ് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന ആള്, ഭാര്യയും ഭർത്താവും, ഫസ്റ്റ് നൈറ്റിൽ ഭാര്യ പറഞ്ഞു, ഏട്ടാ എന്നോട് ക്ഷമിക്കണം, തൻ്റെ വിഗ്, വെപ്പുമുടി ഈ ഭാര്യ സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഭർത്താവ് പെട്ടെന്ന് വെപ്പുപല്ല് ഈ ഭാര്യയുടെ മുമ്പിലേക്ക് മാറ്റിവെക്കുകയാണ്. പലപ്പോഴും ലോകപ്രകാരമുള്ള സൗന്ദര്യമാണ് നോക്കുന്നത്. ഉള്ളിൻ്റെ സൗന്ദര്യം, സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത ഇന്ന് പ്രാധാന്യമില്ലാതെ പോകുന്നു. സി എന്നത് കാസ്റ്റ് ആൻഡ് ക്രീഡ്. പല പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള ചിന്താഗതികളും നമ്മൾ ദാമ്പത്തിക ജീവിതത്തിൽ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി അടുക്കളവാതിനപ്പുറം വരുവാൻ പാടില്ല, ഭർത്താവിന് മുമ്പിൽ ഇരിക്കുവാൻ പാടില്ല, പ്രായമുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുവാൻ പാടില്ല, തുടങ്ങിയ ചില പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള ചിന്താഗതികളെ മുറുകെ പിടിക്കുന്ന ദാമ്പത്തിക ജീവിതം. ഡി എന്നത് ഡവറി. പണമാണ് പല വിവാഹങ്ങളെയും ഇന്ന് ഉറപ്പിക്കുന്നത്. ഡവറിയുടെ പേരിൽ ഇന്ന് ഏതെല്ലാം വിധത്തിലുമുള്ള പ്രശ്നങ്ങളാണ് കുടുംബജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയെല്ലാം വിവാഹങ്ങൾ വേർപെടുത്തപ്പെടുന്നു. ഇ എന്നത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ അളവുകോലായി ദാമ്പത്തിക ജീവിതത്തിൽ കണക്കാക്കുന്നവർ. എഫ് എന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇതിനെ കൂടുതലായിട്ട് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ പ്രാധാന്യം നൽകുമ്പോൾ ദൈവത്തിന് നമ്മൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെയിരിക്കുന്നു, ദാമ്പത്തിക ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെയിരിക്കുന്നു. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ ദാമ്പത്തിക ജീവിതം അർത്ഥവത്തായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. കാരണം ഭാര്യയും ഭർത്താവും ദൈവവും ചേർന്ന് എടുത്തതായിട്ടുള്ള ഉടമ്പടി ബന്ധം, ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ബന്ധം ഏറ്റവും അർത്ഥവത്തായിരിക്കണം. യഹോവയായിട്ടുള്ള ദൈവത്തോട് അനുദിനം സംവേദിക്കുവാൻ കഴിയണം, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ കഴിയണം, ഒരുമിച്ചിരുന്ന് വേദപാഠനം നടത്തുവാനും ഒരുമിച്ച് കൈകൾ കോർത്തുപിടിച്ച് പ്രാർത്ഥിക്കുവാനും മറ്റ് കുടുംബങ്ങളോടുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം കൂട്ടായ്മയ്ക്കായി, ആരാധനയ്ക്കായി ദേവാലയത്തിൽ പോകുവാനും ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതം നയിക്കുവാനും കഴിയുന്നുവെങ്കിൽ മാത്രമേ ദാമ്പത്തിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത് ഒരു കവനന്റ് റിലേഷൻഷിപ്പായി, ഉടമ്പടി ബന്ധമായി
നമുക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ഈ ദൈവത്തോട് ചേർന്ന് അർത്ഥവത്തായിട്ടുള്ള ദാമ്പത്തിക ജീവിതം, കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്ന ജീവിതം നമുക്ക് ഉണ്ടാവേണം. രണ്ടാമതായിട്ട്, ഒന്ന്, ദൈവമാണ് കൂട്ടി യോജിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊരു കവനന്റ് റിലേഷൻഷിപ്പാണ്. ഇതിനകത്ത് ഒരു കൗദാശിക സ്വഭാവമുണ്ട്. ഈ വിവാഹത്തിൽ ഒരു ദൈവികതയുണ്ട്. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് ജീവിതം, വിവാഹം അല്ലെങ്കിൽ ദാമ്പത്തിക ജീവിതം നയിക്കണം എന്നതിനെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടാമത് നാം കുറിവാക്യമായിട്ട് വായിച്ച മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു. ഇത് മ്യൂച്വൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധം ആണ് എങ്കിൽ രണ്ടാമത്തേത് അന്യോന്യമുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് മാതൃകയുള്ള കുടുംബം ഏതാണ്? വേദപുസ്തകത്തിലെ പല കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള പല വ്യക്തികളും മാതൃകാപരമായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഞാൻ പറയും, തൃത്വ കുടുംബമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ മാതൃകയാക്കാവുന്നത്. തൃത്വത്തെ നമുക്ക് കുടുംബം എന്ന് വിശേഷിപ്പിക്കുവാൻ പറ്റുമോ? ഓർത്തഡോക്സ് സഭയിൽ ഒസ്താത്യോസ് തിരുമേനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തൃത്വദർശനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ പിതൃത്വവും ഫാദർഹുഡ്, പുത്രനായിട്ടുള്ള ദൈവത്തിൻ്റെ പുത്രത്വവും സൺഷിപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ മാതൃത്വത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം ആണാണോ പെണ്ണാണോ എന്നുള്ള ചർച്ചയല്ല ഇവിടെ, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മാതൃത്വം, പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ പിതൃത്വവും പുത്രനായിട്ടുള്ള ദൈവത്തിൻ്റെ പുത്രത്വവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മാതൃത്വവും ചേരുന്ന മാതൃകയുള്ള ഒരു കുടുംബമാണ് തൃത്വ കുടുംബമെങ്കിൽ ആ കുടുംബത്തെ നമ്മളുടെ ബന്ധങ്ങളിൽ നമുക്ക് മാതൃകയാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്താണ് ഈ തൃത്വ കുടുംബത്തിൽ കാണുന്ന പ്രത്യേകത? ഒന്ന്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം. വ്യത്യസ്തതകൾ ഉള്ളപ്പോൾ തന്നെ ഒരു ഐക്യത. നമുക്കറിയാം, തൃത്വത്തിൽ 3 ആളത്വങ്ങളുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പക്ഷെ ദൈവികതയിൽ ഇത് ഒന്നാണ്. ആളത്വപരമായി 3 ആയിരിക്കുമ്പോൾ തന്നെ ദൈവികതയിൽ ഒന്നായിരിക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ബഹുലത ആഘോഷിക്കപ്പെടുമ്പോൾ തന്നെ അതിലുള്ള ഐക്യതയുടെ ഒരു വലിയ അനുഭവം. ഇതാണ് കുടുംബജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഐക്യം. ഇപ്രകാരം വായിച്ചു, എ ഗ്രേറ്റ് മാരേജ് is not when the perfect couple comes together. It is when an imperfect couple learns to enjoy their differences. ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് വ്യത്യസ്തരായിട്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാര്യ അടുക്കളയിൽ തിരക്കിട്ട ജോലിയാണ്. അപ്പമുണ്ടാക്കുന്നു, കറിയുണ്ടാക്കുന്നു, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നു. ഭർത്താവ് തിണ്ണയ്ക്ക് പത്രം വായിച്ചു കൊണ്ടിരിക്കുക, കാപ്പിയും കുടിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് കുഞ്ഞു കിടന്ന് കരയുകയാണ്. ഈ കുഞ്ഞിനെ ആരാണ് ആദ്യം വന്ന് എടുക്കുന്നത്? അമ്മയായിരിക്കും. എന്തുകൊണ്ടാണ് ഈ അമ്മ വന്ന് എടുക്കുന്നതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ സൃഷ്ടി അപ്രകാരമാണ്. സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് ഒരേ സമയത്ത് പല കാര്യങ്ങൾ നോക്കുവാനും കാണുവാനും ചെയ്യുവാനുമുള്ള ഒരു കഴിവോടുകൂടിയാണ്. എന്നാൽ ഭർത്താവിൻ്റെ, പുരുഷന്റെ സ്വഭാവ വ്യത്യാസം, പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമുക്കറിയാം, ഒരു കുഴലിൽ കൂടെ നോക്കുന്നത് വെണ്ണോ കാര്യങ്ങളെ ഗഹനമായിട്ട് വിലയിരുത്തിയായിരിക്കും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് പല കാര്യങ്ങളെ ശ്രദ്ധിക്കുവാൻ പുരുഷന് പലപ്പോഴും സാധിക്കത്തില്ല. അപ്പോൾ സ്ത്രീ വന്ന്
കുഞ്ഞിനെ എടുക്കുമ്പോൾ പറയും, മനുഷ്യ, ഈ കുഞ്ഞു കിടന്ന് കരയുന്നത് നിങ്ങൾക്ക് കേൾക്കത്തില്ലയോ? നിങ്ങളിങ്ങനെയാണ്, ഒന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടുന്നത് ദൈവം വ്യത്യസ്തരായിട്ട് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പുരുഷന്റെയും സ്ത്രീയുടെയും ഈ സ്വഭാവ വിശേഷത ഒരുമിച്ച് ചേരുമ്പോഴാണ് കുടുംബജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്. പ്രിയമുള്ളവരെ, ഭാര്യയ്ക്കും ഭർത്താവിനും അന്യോന്യം അംഗീകരിക്കുവാൻ, അന്യോന്യം ബഹുമാനിക്കുവാൻ കഴിയണമെങ്കിൽ വ്യത്യസ്തതകളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഭാര്യയെ ഭാര്യയായും ഭർത്താവിനെ ഭർത്താവായും. ചില മായ്മമാരുണ്ട്, പലപ്പോഴും പറയും, ഓ നീ മരുമകളല്ല, എൻ്റെ മോളാ. അങ്ങനെ പറയുന്നതിലൊന്നും കാര്യമില്ല. മരുമകളെ മരുമകളായിട്ടും മോളെ മോളായിട്ടും കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് അങ്ങനെ കരുതുന്ന മാതാപിതാക്കന്മാരില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ആളത്വത്തെ ബഹുമാനിക്കുവാനും അതേസമയം തന്നെ ഐക്യതയിൽ നമുക്ക് നിലനിൽക്കുവാനും തക്കവണ്ണം കഴിയണം. അത് തൃത്വത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന മാതൃകയെ. 2, തൃത്വത്തിൽ കാണാൻ പറ്റുന്ന മറ്റൊരു മാതൃക സ്നേഹം എന്നുള്ളതാണ്. A successful marriage requires falling in love many times, always with the same person. ഒരേ ആളിനെ പല പ്രാവശ്യം സ്നേഹിക്കുമ്പോഴാണ് ദാമ്പത്തിക ജീവിതം വിജയപ്രദമായി തീരുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ ലവ് ലാംഗ്വേജ്, സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് പ്രായോഗികതയിൽ കൊണ്ടുവരുവാൻ കഴിയണം. അല്ല, ചില സമയങ്ങളിലെങ്കിലും ഭാര്യ നല്ല ആഹാരം കൊണ്ടുവച്ചാൽ നല്ലതെന്ന് പറയുവാൻ കഴിയണം, അപ്രീഷിയേറ്റ് ചെയ്യുവാൻ കഴിയണം, തോളത്ത് തട്ടുവാൻ കഴിയണം, സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയണം. എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നതിലല്ല, മറിച്ച് അതിനെ പ്രകടിപ്പിക്കണം. തൃത്വത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. തൃത്വത്തിൽ കാണുന്ന സ്നേഹമെന്ന് പറയുന്നത് യാഗപരമായിട്ടുള്ള സ്നേഹമാണ്, സാക്രിഫിഷ്യൽ ലവ്, ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത സ്നേഹം. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് കണ്ടീഷണലായിട്ടുള്ള സ്നേഹമാണ്. ചില കണ്ടീഷൻ വെച്ച് സ്നേഹിക്കുന്നവരാ. നീ എൻ്റെ പുറം തിരുമ്മിത്തന്ന ഞാനും തിരുമ്മിത്തരും, നീ എൻ്റെ പുറം ചൊറിഞ്ഞു തന്ന ഞാനും ചൊറിഞ്ഞു തരും. എൻ്റെ വീട്ടിൽ ഞാൻ പനിയായി കിടന്നപ്പോൾ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ വരും. ഇത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ മാത്രമല്ല, കുടുംബജീവിതത്തിൽ പോലും, കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ പോലും ഇത് പ്രകടമാകുമ്പോൾ സാക്രിഫിഷ്യൽ ലവ്, യാഗപരമായിട്ടുള്ള സ്നേഹം തൃത്വത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 2 സഹോദരങ്ങൾ, ഒരാൾ വിവാഹിതൻ, കുടുംബജീവിതം നയിക്കുന്നു, മറ്റേയാള് അവിവാഹിതൻ. ഇവര് വിളവ് കൊയ്തെടുക്കുന്ന സമയം കറ്റകൾ രണ്ടുപേരുടെയും നിലത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. രാത്രിയിൽ ഈ മൂത്ത സഹോദരൻ ചിന്തിച്ചു, ഞാനൊരു കുടുംബമൊക്കെയായി, പക്ഷെ എൻ്റെ ഇളയ സഹോദരൻ, അവന് ഇനിയും ഒരു കുടുംബമൊക്കെ കെട്ടുപണി ചെയ്യണം. അവന് ഇപ്പോൾ കിട്ടിയതായിട്ടുള്ള വിളവ് മതിയാവുകയില്ല. അതുകൊണ്ട് എൻ്റെ നിലത്തു നിന്ന് ഞാൻ കുറേ കറ്റകൾ എടുത്ത് ഇന്ന് രാത്രിയിൽ അവൻ്റെ നിലത്ത് കൊണ്ടുവന്ന് വെക്കും. ഇളയ സഹോദരൻ ചിന്തിച്ചു, എൻ്റെ മൂത്ത സഹോദരൻ വിവാഹിതനാണ്, കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് എൻ്റെ നിലത്തു നിന്ന് കുറേ കറ്റകൾ എടുത്ത് ഇന്ന് രാത്രിയിൽ മൂത്ത ജ്യേഷ്ഠൻ്റെ നിലത്ത് ഞാൻ കൊണ്ടുവന്ന് വെക്കും. പ്രിയമുള്ളവരെ, രാവിലെ നോക്കിയപ്പോൾ അവരുടെ നിലത്തെ കറ്റുകൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല. ഇത് കുറേ ദിവസം തുടർന്നു. ഒരു ദിവസം രാത്രിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഇവർ കറ്റ ദൂരത്തേക്ക് എറിഞ്ഞു, അന്യോന്യം കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവര് സ്നേഹചുംബനം ചെയ്ത സ്ഥലത്താണ് ഇസ്രായേൽ ജനത യെരുശലേം ദേവാലയം പണിതത് എന്നും യെരുശലേം ദേവാലയത്തിൻ്റെ ഓൾട്ടർ പണിതിരിക്കുന്നത് എന്നുമുള്ള കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. നോക്കുക, അവരുടെ യാഗപരമായിട്ടുള്ള സ്നേഹം, അവരുടെ കരുതൽ, അവരുടെ പങ്കിടിയിൽ, അവിടെയാണ് യാഗം സാധ്യമായി തീരുന്നത്, അവിടെയാണ് ഓൾട്ടർ പണിയപ്പെടുന്നത്. എങ്കിൽ
നമ്മളുടെ ദാമ്പത്തിക ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ പ്രദർശനം തൃത്വ കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയണം. മൂന്നാമതായി, തൃത്വ കുടുംബത്തിൽ നമ്മൾ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ, സംവേദനം. തൃത്വത്തിൽ വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശു, പുത്രന്റെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നും കേൾക്കുന്ന ശബ്ദം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവൻ എന്നേക്ക് നമ്മളോടുകൂടെ ഇരിക്കേണ്ടതിന് അയക്കുന്ന പുത്രനായിട്ടുള്ള ക്രിസ്തു. നോക്കുക, തൃത്വത്തിൽ നമ്മൾ കാണുന്ന സംവേദനം വളരെ പ്രത്യേകതയുള്ളതാണ്. പക്ഷെ ഇന്ന് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഈ ഒരു സംസാരമില്ല, ഈ ഒരു സംവേദനമില്ല. പലപ്പോഴും മൊബൈലിൽ മെസ്സേജ് അയക്കും, അടുത്ത മുറിയിൽ ഇരിക്കുകയായിരിക്കും, ചോറെടുത്ത് വെച്ചിരിക്കുന്നു, വേണമെങ്കിൽ വന്ന് കഴിക്കണം. അന്യോന്യം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവും. ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്ക്, വല്ലപ്പോഴുമേ സംസാരിക്കുകയുള്ളൂ. പിറ്റേ ദിവസം ഈ ഹസ്ബൻഡിന് ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം. അദ്ദേഹം ഒരു പേപ്പറിൽ ഭാര്യയ്ക്ക് എഴുതി, രാവിലെ 4 മണിയാകുമ്പോൾ നീ എന്നെ വിളിക്കണം. എന്നിട്ട് ഭാര്യ കാണത്തക്കവണ്ണം ടേബിളിൽ വെച്ചിട്ട് ഇദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ ഈ ഭർത്താവ് എഴുന്നേറ്റപ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഏകദേശം 8 മണിയായി. ഇദ്ദേഹം കോപത്തോടെ ഭാര്യയെ വിളിച്ചു, നീ എന്താണിത് കാണിച്ചത്? ഞാൻ എഴുതി വെച്ചത് നീ കണ്ടില്ലേ? ഭാര്യ പറഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചതിന് താഴെ ഞാനതിന് മറുപടി എഴുതിയിട്ടുണ്ട്. ഭർത്താവ് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യ എഴുന്നേൽക്ക്, 4 മണിയായി. ഇവർ തമ്മിൽ സംസാരിക്കത്തില്ലായിരുന്നു, പേപ്പറിൽ എഴുതി അവർ വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പല കുടുംബങ്ങളിലെയും സംവേദനം ഇതുപോലെയാണ്. നമുക്ക് കേൾക്കുവാൻ മനസ്സുണ്ടാവണം, പറയുവാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ടായിരിക്കണം. കേൾക്കുവാൻ തയ്യാറും പറയുവാൻ താമസവും ഉണ്ടാവുമ്പോഴാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സാധ്യമായി തീരുന്നത്. തൃത്വത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു സംവേദനം ദാമ്പത്തിക ജീവിതത്തിൽ മാതൃകയാക്കാവുന്നതാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒന്നാമത് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്ന വിവാഹ ജീവിതം, ദാമ്പത്തിക ജീവിതം, കുടുംബജീവിതം. 2, അന്യോന്യമുള്ള ബന്ധത്തിൽ തൃത്വ കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന ഐക്യബന്ധം, ത്യാഗപരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ബന്ധം, അന്യോന്യമുള്ള സംവേദനത്തിൻ്റെ മാതൃകാപരമായിട്ടുള്ള ശൈലി നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയണം. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് വിവാഹ വസ്ത്രം, മറ്റൊന്ന് വിവാഹ വിരുന്ന്, കല്യാണ വിരുന്ന്. ഇത് 2 പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. നമുക്കറിയാം, CSIയുടെ വിവാഹത്തിൽ പെൺകുട്ടിയുടെ വലതുഭാഗത്തായിരിക്കും പുരുഷൻ. പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പെൺകുട്ടിയുടെ വലത്തുഭാഗത്ത് പുരുഷനെ നിർത്തുന്നത്? CSI സഭയുടെ വിവാഹ ശുശ്രൂഷ മുഴുവനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ആശയത്തിലാണ്. എന്താണത്? ക്രിസ്തു എന്ന മണവാളന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മണവാട്ടി സഭ. യഹോവയുടെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ, മണവാട്ടിയുടെ വലത്തുഭാഗത്തുള്ള ദൈവം മണവാളൻ. അപ്പൊ സഭ മണവാട്ടിയും ക്രിസ്തു മണവാളനുമായിരിക്കുമ്പോൾ അവിടെയാണ് വിവാഹ വസ്ത്രത്തിന്റെ പ്രത്യേകത. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിന്റെ വസ്ത്രം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതും കറയോ ചുളുക്കമോ വാട്ടുമോ മാലിന്യമോ ഇല്ലാത്തത് ആയിരിക്കണം. അതുകൊണ്ട് നമുക്കൊന്ന് സ്വയം ചിന്തിക്കുവാൻ കഴിയണം, നമ്മളുടെ വിവാഹ വസ്ത്രം എപ്രകാരമാണ്. കല്യാണ വിരുന്നിനെ കുറിച്ചും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിവാഹത്തിന് വിരുന്നില്ല എങ്കിൽ അത് പൂർണ്ണമാവുകയില്ല. എന്താണ് വിരുന്നിൻ്റെ പ്രത്യേകത? മണവാളനായിരിക്കുന്ന യേശുവിനോട് ചേർന്നുള്ള ആ ഒരു വലിയ വിരുന്ന്. വേദപുസ്തകം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്.
പലരെയും വിരുന്നിനായിട്ട് ക്ഷണിച്ചു. ഓരോരോ എക്സ്ക്യൂസസാണ് പറഞ്ഞത്. ലോകപ്രകാരമുള്ള പല ഉപാധികളും പറഞ്ഞ് അവർ ഒഴിയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കുവാൻ കഴിയട്ടെ. ഈ കല്യാണ വിരുന്നിൽ പങ്കുചേരത്തക്കവണ്ണം നാം തയ്യാറെടുപ്പ് ഉള്ളവരാണോ, ഒരുക്കമുള്ളവരാണോ? ഇത് നമ്മളുടെ ചുമതലയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. മണവാളൻ ഒരുക്കുന്ന ആ കല്യാണ വിരുന്നിൽ, ദൈവരാജ്യത്തിന്റെ ഭോജനത്തിൽ സകല സമൂഹത്തെയും ഒത്തുചേർക്കുവാനുള്ള ദൗത്യം നമ്മളാണ് നിറവേറ്റേണ്ടത്. നമ്മളുടെ ദാമ്പത്തിക ജീവിതത്തിന്റെ മാതൃക, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ മാതൃക, സഭാകുടുംബത്തിന്റെ മാതൃക മറ്റുള്ളവരെ കൂടെ ഈ കല്യാണ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരത്തക്കവണ്ണം ഉത്തരവാദിത്വമേറിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൗത്യത്തെ നിറവേറ്റുവാൻ തക്കവണ്ണം സാധിക്കുമോ? ഞാൻ അവസാനിപ്പിക്കട്ടെ. കവനന്റ് ആസ് ഫെയ്ത്ത്ഫുൾ റിലേഷൻഷിപ്പ്. വിവാഹം എന്നുള്ളത് ഉടമ്പടി ബന്ധമാണ് എങ്കിൽ ഇത് വിശ്വസ്തതയുടെ ബന്ധമായിരിക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ, അന്യോന്യമുള്ള ബന്ധത്തിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണ്. കവനന്റ് ആസ് റെക്കൺസിലിംഗ് റിലേഷൻഷിപ്പ്. ഇത് നിരപ്പിന്റെ ബന്ധമാണ്. എത്രത്തോളം തീർത്ത കുടുംബത്തെ മാതൃകയാക്കി നമുക്ക് യോജിപ്പിക്കപ്പെട്ടവരായിട്ട് ജീവിതം നയിക്കുവാൻ കഴിയും. കവനന്റ് ആസ് സെൽഫ് എംപ്റ്റിയിങ് റിലേഷൻഷിപ്പ്. സ്വയം പരിത്യാഗത്തിൻ്റെ ബന്ധമാണ് ഉടമ്പടി ബന്ധം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്കിൽ ത്യാഗപരമായി സ്നേഹിക്കുവാനും സംവേദിക്കുവാനും അതോടൊപ്പം തന്നെ വിവാഹ വസ്ത്രം ധരിച്ചവരായി മണവാളിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന സഭയായിട്ട് തീരുവാൻ, മാത്രമല്ല ഈ കല്യാണ വിരുന്നിലേക്ക് സകല സമൂഹത്തെയും ഒത്തുചേർക്കത്തക്കവണ്ണം ദൈവരാജ്യ ദൗത്യത്തിനു വേണ്ടി യത്നിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഞാൻ ആദ്യം വായിച്ച കൊട്ടേഷൻ നിർവചനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. സക്സസ് ഇൻ മാരേജ് is not finding the right person, but being the right person in the power of perfect person, God. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, പൊന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു വരുന്നു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവുടെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടന് ഞങ്ങളെ പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. പെന്തക്കോസ്തിന് പിൻപ് 10-ാം ന്യായം, വിവാഹം, ഉടമ്പടിയുടെ ആഘോഷം. വിവാഹമെന്ന ഉടമ്പടി സ്ഥാപിച്ച സകല കുടുംബങ്ങളുടെയും നാഥനായ ദൈവമേ, കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ.
കുടുംബങ്ങളിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുവാനും തലമുറകൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലിൽ വളരുവാനും സമൂഹം സുസ്ഥിരടിസ്ഥാനത്തിൽ നിലനിൽക്കുവാനും വിവാഹം മാനമുള്ള അവസ്ഥയായി എല്ലാവരും അംഗീകരിക്കുവാനും ഇടയാകണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധിയാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളിൽ നിന്നെല്ലോ വരുന്നത് നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യ ദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ചു ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നോട്ടീസായിട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ചെയിൻ പ്രയറിൽ സംബന്ധിച്ച് ഏവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഈ ആഴ്ചയിലും പതിവ് പോലെ വെള്ളി ബുധൻ ദിവസങ്ങളിൽ ചെയിൻ പ്രയർ നടത്തപ്പെടുന്നതാണ്. വാട്സപ്പിലൂടെ ടൈം സ്ലോട്ട് അയച്ച് നൽകുന്ന സമയത്ത് ദയവായിട്ട് നിങ്ങൾ പേരുകൾ നൽകുകയും ഏൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മഹാമാരിയിൽ നിന്നും ലോകത്തെ ദൈവം സംരക്ഷിക്കേണ്ടതിനു വേണ്ടിയും പൂർണ്ണമായിട്ടുള്ള വിടുതൽ നൽകേണ്ടതിനു വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. സർവകൃപാലുവായിട്ടുള്ള ദൈവം ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ ദേശത്തെയും കാത്ത് സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഏവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമല്ലോ. അടുത്ത ഞായറാഴ്ച രാവിലെ 9:30 സ്ട്രീമിംഗ് നടത്തപ്പെടുന്നതാണ്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ഈ ആരാധനയിൽ സംബന്ധിക്കാവുന്നതാണ്. ഇപ്രകാരം സ്ട്രീമിംഗ് ക്രമീകരിപ്പാൻ തക്കവണ്ണം സഹായിക്കുന്ന എവരോടുമുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. ഗായസംഘത്തോടും അതോടൊപ്പം തന്നെ ആരാധനാ ക്രമീകരണത്തിൽ സഹായിക്കുന്ന ഏവരോടുമുള്ള കൃതജ്ഞത സഭയുടെ പേരിൽ അറിയിക്കട്ടെ. ജന്മദിന കവറുകളും വിവാഹ വാർഷികത്തിൻ്റെ കവറുകളും അതോടൊപ്പം തന്നെ സ്തോത്രകാഴ്ചയും ടൈറ്റ് ദശാംശ കവറുകളും തിരിച്ച് സമർപ്പിപ്പാൻ തക്കവണ്ണം ഏവരും ശ്രദ്ധിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. സഭയുടെ മുമ്പോട്ടുള്ള സാമ്പത്തിക ക്രമീകരണങ്ങളിൽ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അഭ്യർത്ഥിക്കുന്നു. ട്രഷറിൻ്റെ കൈവശമോ സെക്സ്റ്ററിൻ്റെ കൈവശമോ ഈ കവറുകൾ നൽകാവുന്നതാണ്. ഈ ആഴ്ചയിൽ കോടുകുളഞ്ഞി പാഴ്സനേജിലേക്ക് ഷിഫ്റ്റിംഗ് ഞങ്ങൾ ചെയ്യുന്നതാണ്. ദയവായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഈ മാധ്യമത്തിലൂടെ സംബന്ധിക്കുന്ന ഏവരോടുമുള്ള കൃതജ്ഞത സഭയുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം വിവാഹ വാർഷികവും ആഘോഷിച്ചവരുടെ പേര് വായിക്കുന്നു. ജന്മദിനം ആഘോഷിച്ചവർ കുര്യൻ ജേക്കബ്, കുമ്മമ്പുഴ വടക്ക് മലയിൽ, ജിലു എം ജോൺ, മണലേൽ പുത്തൻ വീട്,
ഹെലീന എലിസബത്ത് ജെയ്ജി കുഴിയമ്പുറത്ത് ജേവില്ല, ലിജു ഉമ്മൻ കണ്ടത്തുൽ മലയിൽ, ആഷ്ലി മേരി ജേക്കബ് കുഴിപ്പറമ്പിൽ മേരിവില്ല, അബു ജോർജ് മങ്ങാട്ട് ഫെൻഹിൽ, സേറ മേരി തോമസ് വാലത്തു വിനോദ് വില്ല, ലൂസി മാത്യു വടക്കേ ചേനത്രയിൽ, സാറാമ്മ റെജി നടുവക്കാട് പുത്തൻ വീട്, കെ മാത്യു കുര്യൻ കുമ്മമ്പുഴ മലയിൽ, സിബി തോമസ് കൊച്ചുപ്ലാവിളയിൽ, ബിബിൻ ജോൺ ചെറിയാൻ വാലയത്ത് കിഴക്കേതിൽ, ഐറിൻ മേരി വർഗീസ് പുതുശ്ശേരി മഠം, സനൽ സജി വേളാംപറമ്പിൽ, ഷെറിൻ നൈനാൻ കടക്കൽ കിഴക്കേതിൽ, സാറാമ്മ മുല്ലപ്പള്ളിൽ പുത്തൻപുരയിൽ, ജെൻ മാത്യു ജേക്കബ് പാലവിള പുത്തൻ വീട്ടിൽ, ലിജു പി ചാക്കോ പുതുപുരയ്ക്കൽ, ജെമി സൂസൻ ജോസ് മണലേൽ, ആഷ്ലിൻ എം ജോസഫ് കാഞ്ഞിരക്കൽ പള്ളം, മറിയാമ്മ ചെറിയാൻ കോട്ടാത്തുറയിൽ പ്രൈസ് വില്ല, ചാണ്ടി ജോർജ് ആഞ്ഞിലിവിള പുത്തൻ വീട്, യോഹന്നാൻ വർഗീസ് പൂമൂട്ടിൽ കിഴക്കതിൽ, റവറൻ സോജി എ തോമസ് കൊച്ചുപ്ലാവിളയിൽ, ഏഞ്ചൽ ആൻഡ് ഷിബു കണിയാന്തറയിൽ, ലിൻഡ ഷിജു ഫിലിപ്പ് മണലേൽ ഹൗസ്, റെനു ഇടുക്കുള പാല നിൽക്കുന്നതിൽ പുത്തൻ വീട്, രേഖ ജോസഫ് കുളഞ്ഞി തെക്കേതിൽ. വിവാഹ വാർഷികം കൊണ്ടാടുന്നവർ മിസസ് ആൻഡ് മിസ്റ്റർ ജേക്കബ് ചെറിയാൻ പൂമൂട്ടിൽ, മിസസ് ആൻഡ് മിസ്റ്റർ റോബിൻ ഷാമുവേൽ വർഗീസ് മണലേൽ വീട്ടിൽ മലയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ചാണ്ടി തോമസ് കൊല്ലന്റ് വടക്കേതിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ജേക്കബ് ഈസോ പൂവന്തറ മലയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ചെറിയാൻ മാത്യു ചേനത്ര, മിസസ് ആൻഡ് മിസ്റ്റർ ടി ജെ ഉമ്മൻ തെറ്റുകുഴി തെക്കേതിൽ. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവർക്ക് സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. നിങ്ങളുടെ പുതുവർഷം ദൈവത്തിൽ ഏറ്റവും ധന്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ച പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന എല്ലാ ദാനങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ജന്മദിനം വിവാഹ വാർഷികവും കൊണ്ടാടിയ എല്ലാവർക്കായിട്ടും നന്ദിയോടുകൂടി സ്തോത്രം. അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർത്താവ് നൽകിയതായിട്ടുള്ള എല്ലാ കൃപകൾക്കായിട്ടും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം അനുഗ്രഹത്തോടെ അവരെ അവിടുന്ന് പരിപാലിച്ചു. ആപത്തും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചു. ശരീരത്തിനും മനസ്സിനും ശക്തിയും ബലവും കൊടുത്തു. ഇതിനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രിയ മക്കളുടെ പുതുവർഷം ദൈവത്തിൽ ഏറ്റവും ധന്യകരമാക്കി തീർക്കണമേ. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൃത്വ കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ആയുസ് ദൈവത്തിൻ്റെ ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവികമായിട്ടുള്ള കൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണഭൂതനായിട്ടുള്ള ദൈവം കുടുംബജീവിതത്തിൽ ദോഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അനുഗ്രഹമാരിയെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. കൃപയാൽ പ്രിയമക്കളായിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും സ്വർഗീയമായിട്ടുള്ള ആശീർവാദമാരി അവിടുന്ന് ചൊരിയണമേ. അനുഗ്രഹങ്ങളെ പകരണമേ. യേശു മസീഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി ക്രിസ്തീയ ഗീതങ്ങളിൽ 173 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ലിറിക് നമ്പർ 173, ഗീതം 173. നിരന്തരം
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. നമ്മളിന്ന് കേട്ട വചനത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. വിവാഹം ഉടമ്പടിയുടെ ആഘോഷം, മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് തക്കതായിട്ട് തുണയെ കൊടുത്ത് കുടുംബജീവിതത്തെ സ്ഥാപിച്ച ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകിക്കൊണ്ട് ദൈവമാണ് തങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് എന്നുള്ള ബോധ്യത്തിൽ, ഉടമ്പടി ബന്ധത്തിൽ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന, ത്യാഗപരമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ത്രിത്വ കുടുംബത്തെ മാതൃകയാക്കി അന്യോന്യം ഇടപെടുന്ന ബന്ധങ്ങളെ സ്ഥാപിപ്പാൻ ദൈവമേ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മണവാട്ടി സഭയായി മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുക, കറയോ ചുളുക്കമോ വാട്ടമോ മാലിന്യവുമില്ലാത്ത വസ്ത്രം ധരിച്ചവരായി കർത്താവെ ഞങ്ങൾക്ക് ജീവിതം നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കല്യാണ വിരുന്നിലേക്ക് ഞങ്ങളുടെ സമൂഹത്തെ ഒത്തുചേർക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതവും കുടുംബവും ഒക്കെ മാതൃകയായിരിക്കാൻ കർത്താവെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് കൃപയേകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. സഭാ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രയാസത്തിലോ ദുഃഖത്തിലോ ഭാരത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സർവകൃപാലുവായിട്ടുള്ള ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാമ്പത്തിക ക്ലേശത്തിലായിരിക്കുന്നവരുണ്ട്, രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്, വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയിലായിരിക്കുന്നവരുണ്ട്. കർത്താവേവരെയും ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാമാരിയുടെ കെടുതിയിൽ, COVID-19 പ്രതിസന്ധിയിൽ ലോകം മുമ്പോട്ട് പോകുമ്പോൾ ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് വേണ്ടി യത്നിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. ഭയപ്പാടോടുകൂടി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ദൈവം മനസ്സലിവോടെ നമ്മെ നോക്കിക്കാണട്ടെ. ഇതിനൊരു പരിഹാരമുണ്ടാകത്തക്കവണ്ണം സ്വർഗം പ്രവർത്തിക്കട്ടെ. തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കുന്നവനാണല്ലോ. മനസ്സലിവ് തോന്നണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ ഓർത്തുകൊണ്ടും യാചിക്കാം. ദേവാലയത്തിൽ വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല, പക്ഷേ നാം ആയിരിക്കുന്ന ഇടങ്ങളെ ദേവാലയങ്ങളാക്കി രൂപാന്തരപ്പെടുത്തത്തക്കവണ്ണം ദൈവസാന്നിധ്യ ബോധത്തോടെ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനായിട്ട് നമ്മുടെ അരികിലുണ്ട്. നമ്മുടെ മനോദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ആരുമനാഥനോട് നമുക്ക് ഈ സമയത്ത് ഏറ്റുപറയാം. കർത്താവെ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം, യാചിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് അല്പനിമിഷങ്ങൾ മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകിയല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. വിവാഹം ഉടമ്പടി ബന്ധമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തോടും അന്യോന്യമുള്ള ബന്ധത്തിൽ കർത്താവേ ത്രിത്വ കുടുംബത്തെ മാതൃകയാക്കി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മണവാളിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടി സഭ എന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. മഹാമാരിയുടെ കെടുതിയിൽ ലോകമെങ്ങും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന ജനതയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പലവിധ പ്രയാസത്തിലും ദുഃഖത്തിലും ഭാരപ്പെടുന്ന ഏവരോടും അവിടുന്ന് കരുണ തോന്നണമേ. കർത്താവേ, നീ വിടുതൽ അയക്കണമേ. സൗഖ്യത്തോടെ സമാധാനത്തോടെ
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണയുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിലും മേലായി നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ അനുവദിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്കു വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായും കൂടാറുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്നത് അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കണ്ണുകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനമുണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 3 പേരുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളുടെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമോ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമോ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. വിവിധ ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ഇരുന്നു കൊണ്ട് ദിവ്യശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. സർവകൃപാലുവായിട്ടുള്ള ദൈവം തൻ്റെ കരുണയിലും കാവലിലും നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Cheer